ശ്രീ രാഹുൽ ഈശ്വർ, കെമാൽ പാഷയ്ക്ക് എന്തുമാകാം അല്ലേ? വിജയനാഥ് സാർ, എനിക്ക് ഏറ്റവും വേദനയും വിഷമവും തോന്നിയത്, നമ്മളെല്ലാം ആദരിക്കുന്ന ഒരു വ്യക്തിയാണ് ശ്രീ കമാൽ പാഷ. ഞാൻ ജനിക്കുന്നതിന് മുമ്പേ നിയമബിരുദം നേടുകയും നിയമവൃത്തിയിലേക്ക് വരികയും ചെയ്തൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ചില വാക്കുകൾ ഒരു പുരുഷന്റെ രീതിയിലും മനുഷ്യന്റെ രീതിയിലും എന്നെ വേദനിപ്പിച്ചു. വ്യക്തിപരമായിട്ടല്ല, എനിക്ക് അദ്ദേഹത്തെ വ്യക്തിപരമായി അറിയാം, വലിയ ഇഷ്ടമാണ്, ആദരവാണ്. പക്ഷെ ഷാരനെ ബ്ലെയിം ചെയ്യുന്നത് പോലെ വിക്ടിം ഷെയ്മിങ് അഥവാ വിക്ടിം ബ്ലെയിമിങ് അല്ലേ അദ്ദേഹം ചെയ്തത്? ഷാരൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാണോ ഗ്രീഷ്മയുടെ അടുത്ത് പോയതെന്നൊക്കെയാണ് അദ്ദേഹം ചോദിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അതിനൊരു ദ്വയാർത്ഥം കൂടിയുണ്ട്. പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാണോ ഇയാൾ പോയത്? രണ്ട്, കോർണർ ചെയ്യപ്പെട്ടപ്പോൾ മറ്റൊന്നും ചെയ്യാൻ കഴിയാതെയാണ് ഗ്രീഷ്മ ഇത് ചെയ്തത്. സാർ, എനിക്ക് വളരെ വിനയത്തോടെ കമാൽ പാഷ സാറിനോട് ഓർമ്മിക്കാനുള്ളത്, സാറേ, ഒരു വെറും വെറും തുണ്ട് വെള്ള കടലാസ് എടുത്തിട്ട് ഇവൻ എന്നെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നോ, ഇവൻ എന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നോ പരാതി കൊടുത്താൽ ഷാരൻ അകത്തും പുറത്ത് ഉൾപ്പെടെ ഗ്രീഷ്മയാവുമായിരുന്നു. ഗ്രീഷ്മ അപ്പൊ അതിജീവിതയാവുമായിരുന്നു. ഗ്രീഷ്മയുടെ കൂടെ മാധ്യമങ്ങൾ കാണുമായിരുന്നു, പോലീസ് കാണുമായിരുന്നു, എല്ലാം കാണുമായിരുന്നു. ഒരു 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 തുണ്ട് വെള്ള കടലാസിന്റെ മൂല്യം പോലും തന്നെ ഇത്രമാത്രം സ്നേഹിച്ച ഷാരന്റെ ജീവിതത്തിന് കൊടുത്തോ? കോടതി വിധി എന്നാണ് ഞാൻ വാക്കുകൾ പറയുന്നത്. 11 ദിവസം വെള്ളം കുടിക്കാൻ കഴിയാത്ത രീതിയിൽ ഷാരൻ നിന്നു. ആന്തരിക അവയവങ്ങൾ ദ്രവിച്ചു മരിച്ചു. ആ വ്യക്തിയാണ് വിക്ടിം ഷെയ്മിങ് ചെയ്യുന്നത്. എത്രമാത്രം വേദനാജനകമാണ്. ഞാൻ വിജയനാഥ് സാറിനോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. സാർ, നാളെ ഷാരനാണ് ഗ്രീഷ്മയെ കൊന്നതെന്നിരിക്കട്ടെ, രാഹുൽ ഈശ്വർ വന്ന് കമാൽ പാഷ സാറ് പറഞ്ഞ അതേ വാക്കുകൾ ഷാരനെ ന്യായീകരിച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്യില്ലായിരുന്നു സാർ. എന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ പിടിച്ചിട്ടില്ല. കമാൽ പാഷ സാർ അങ്ങനെ വേണമല്ലോ. കമാൽ പാഷ സാർ ഒന്ന് പുനർചിന്തിക്കാനെങ്കിലും തയ്യാറാകണം. കമാൽ പാഷ സാറിന്റെ അറിവിന്റെ മുമ്പിൽ ഞാൻ ഒന്നുമല്ല. അദ്ദേഹം ഒരു മൗണ്ടൻ ആണ്, ഞാൻ വെറും ഒരു കല്ലാണ്. പക്ഷെ മനുഷ്യത്വം എന്നൊരു കാര്യം കൂടി നമുക്കില്ലേ? നിയമത്തിന്റെ ടെക്നിക്കാലിറ്റി കാണും, ശരിയാണ്. ഹൈക്കോടതി പോകുമ്പോൾ ഗ്രീഷ്മയ്ക്ക് ഇളവ് ലഭിക്കുമായിരിക്കും, ഹൈക്കോടതി പോകുമ്പോൾ ജീവപര്യന്തം ആക്കി കൊടുക്കുമായിരിക്കും, സംശയമില്ല. പക്ഷെ ഒരു മനുഷ്യനെ പ്ലാൻ ചെയ്ത് ഇഞ്ചിഞ്ചായി അവൻ മരിക്കുന്ന രീതിയിൽ കൊന്നതിന് ശേഷം അവള് റാങ്ക് കിട്ടിയിട്ടുണ്ട്, അവൾക്ക് മാർക്ക് കൂടുതലാണ്, അവൾ കുട്ടിയല്ലേ എന്നൊക്കെ പറയുന്നത്. സാറേ, ഈ കുട്ടിയായ അവളാണ് അവളെക്കാൾ 1 വയസ്സ് പ്രായം കുറവുള്ള ഷാരനെ കൊന്നത്. ഒരു കൊലപാതകിയെ ന്യായീകരിക്കുകയാണ്. എന്നിട്ട് ഞാൻ ആരെയും കുറ്റമായിട്ടല്ല കേട്ടോ, വിധിന്യായത്തിൽ ബഷീർ സാറ് പറഞ്ഞ വാക്കുകൾ എടുത്തു പറയുക മാത്രമാണ് ചെയ്യുന്നത്. പലതവണ ഷാരനെ അങ്ങോട്ട് വിളിച്ച് ഗ്രീഷ്മ ലൈംഗികോദ്ദീപകപരമായി സംസാരിച്ച് സെക്സിന് വിളിക്കുകയും മറ്റും ചെയ്തിട്ടുണ്ട്. അങ്ങനെ വാട്സപ്പ് ചാറ്റിൽ ഇങ്ങോട്ട് താല്പര്യപ്പെടുത്തി 1 മണിക്കൂർ സംസാരിച്ച് ഷാരനെ ആ ഫിസിക്കൽ റിലേഷൻഷിപ്പിന് വിളിച്ചു വരുത്തിയതിനു ശേഷമാണ് കൊന്നതെന്ന് പറയുന്നത്. അങ്ങനെ മനസ്സ് മരവിച്ച ക്രിമിനലായൊരു പെൺകുട്ടിയെ കുറിച്ചാണ് പറയാതെ പറയുന്നത്. എന്താ അറിയാമോ? ഷാരൻ യഥാർത്ഥത്തിൽ വേട്ടക്കാരനാണ്, ഗ്രീഷ്മയാണ് ഇര എന്ന് പറഞ്ഞു വെക്കുകയാണ്. യഥാർത്ഥത്തിൽ മരിക്കുമ്പോഴെങ്കിലും നമുക്ക് ഷാരനെ ഒരു ഇര എന്ന് വിളിച്ചുകൂടെ? കൊന്നില്ലേ, കൊന്ന ആ വ്യക്തിയെങ്കിലും നമുക്കൊരു വേട്ടക്കാരി എന്ന് വിളിച്ചുകൂടെ? പക്ഷെ സാറ്, വിജയനാഥ് സാറ്, ഒരാളെങ്കിലും സോക്കോൾഡ് ഈ മെയിൻ സ്ട്രീം മീഡിയയിൽ പറയുന്നത് കേട്ടോ ഗ്രീഷ്മ വേട്ടക്കാരിയാണ്, ഷാരൻ ഇരയാണ്? അപ്പം പോലും ഷാരനെ വേട്ടക്കാരനാക്കാനും ഗ്രീഷ്മയെ ഇരയാക്കാനും നോക്കുന്നത് ദൈവത്തിന് നിരക്കുന്നതല്ല, നിയമത്തിന് നിരക്കുന്നതല്ല, മനസാക്ഷിക്ക് നിരക്കുന്നതല്ല. അപ്പൊ ഈ ബഷീറിനെ അഭിനന്ദിക്കാനായിട്ട് നിങ്ങൾ കൂടിയ പല യോഗങ്ങളും അവിടെ നിയമപാലകർ ഇടപെടുകയും ചെയ്തു അല്ലേ? കറക്റ്റ്. അതായത് ബഷീർ, എന്താ ഞങ്ങൾ ചെയ്തത്? പല ആൾക്കാരും വിളിച്ചു പറഞ്ഞു നമുക്ക് കമാൽ പാഷ സാറിന്റെ മറ്റേ കോലം കത്തിക്കണം നോക്കാം. ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നും ചെയ്യരുത്, അത് ശരിയല്ല. കമാൽ പാഷ സാറ് ജസ്റ്റിസ് ആണ്, ഒരു രാഷ്ട്രീയക്കാരനല്ല, ഒരു ന്യായാധിപനാണ്. കേരളീയ സമൂഹത്തിൽ വലിയ ആദരവ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ വിധികൾ കാരണം ഉണ്ടായ വ്യക്തിയാണ്. വളരെ പണ്ഡിതനാണ്, സ്കോളറാണ്, നമുക്ക് എല്ലാം ആദരവുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് ആരുടെയും കോലം കത്തിക്കുകയല്ല, പകരം നമ്മൾ ചെയ്യേണ്ടത് പോസിറ്റീവായ എന്തെങ്കിലുമാണ്. അപ്പൊ ഓൾ കേരള മെൻസ് അസോസിയേഷൻ, ശ്രീ വട്ടിയൂർക്കാവ് അജിത് കുമാർജി, അവരുടെ ഇടയിൽ നിന്ന് നല്ലൊരു ഐഡിയയാണ് വന്നത്. അതായത് ഈ പാലഭിഷേകം പോലൊരു കാര്യം ചെയ്യാം. ഇന്ത്യയിലെ നീതിന്യായ ചരിത്രത്തിൽ ഒരു ജഡ്ജിക്കും അങ്ങനെ ഒരു പാലഭിഷേകം ഒരുപക്ഷെ ലഭിച്ചു കാണില്ല. ഞാൻ പറഞ്ഞു നല്ല ഐഡിയ ആണ്. കാര്യം അതിൽ നമ്മുടെ ഈ പാലഭിഷേകം എന്ന് പറഞ്ഞ ഒരു ഭാരതീയ പൈതൃകമാണ്, ഹൈന്ദവ പൈതൃകമാണ്. ബഷീർജിക്ക് അങ്ങനെ ഒരു പാലഭിഷേകം ചെയ്യുന്നതിന് വലിയൊരു മതസൗഹാർദ്ദത്തിന്റെയും പോസിറ്റിവിറ്റിയുടെയും സൂചനകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യും. പോലീസുകാർ രാവിലെ വന്ന് കട്ടൗട്ട് എടുത്തോണ്ട് പോയി പാലെടുത്തോണ്ട് പോയി. എനിക്ക് അവരോട് ചോദിക്കാനുള്ളത്, എന്നിട്ട് പോലീസുകാർ നോട്ടീസും തന്നു. സാർ, അത് ശ്രദ്ധിച്ചോന്നറിയില്ല, പോലീസുകാർ നോട്ടീസ് തന്നു, വിദ്വേഷ പ്രസംഗം നടത്തരുത്, അറസ്റ്റ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ ചോദിച്ചു, സാർ, യഥാർത്ഥത്തിൽ ഈ നോട്ടീസ് നമ്മുടെ ഉമ്മൻചാണ്ടി സാറിനെയും നിവിൻ പോളിയെയും എൽദോസ് കുന്നപ്പള്ളിയെയും ഒക്കെ കൊടുക്കാൻ ശ്രമിച്ച വ്യാജ പരാതിക്കാർക്ക് ഇങ്ങനെ ഒരു നോട്ടീസ് എങ്കിലും പോലീസിന് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഞങ്ങൾക്ക് തന്ന നോട്ടീസ് പോലത്തെ ഒരു നോട്ടീസ് എങ്കിലും ഈ വ്യാജ പരാതിക്കാർക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ നാട്ടിൽ ആണിനൊരു വിലയില്ലേ? എന്താണ് അവിടെ ഒരു പ്രതിഷേധമോ അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയോ ഒത്തുചേരലോ മാത്രമല്ലേ? അതുപോലും തടയുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ ഇതിന് പോലീസുകാരോട് ചിരിച്ചുകൊണ്ട് ബഹുമാനത്തോട് പറഞ്ഞു, നാളെ നിങ്ങൾക്കെതിരെ വ്യാജ പരാതി വന്നാലും ഞങ്ങളെ പോലെ കുറച്ചുപേരെ കാണൂ.
അത് പോലീസുകാരും കൂടെ മനസ്സിലാക്കണം. നിങ്ങൾക്കെതിരെ ഇതേപോലെ വ്യാജ പരാതി വന്നാൽ ഞങ്ങളടക്കം കുറച്ചു പേരെ കാണുകയുള്ളൂ. കാര്യം ഇവിടെ ആണിനെ സപ്പോർട്ട് ചെയ്യാനൊന്നും ഇല്ല. ആണിനെ ഒരു കാരണവശാലും പിന്തുണയ്ക്കാനോ അവൻ ഏതെങ്കിലും സപ്പോർട്ട് മെക്കാനിസം ഒന്നുമില്ല. അവിടെയാണ് സാറിനോടും എനിക്ക് താഴ്മയെ അപേക്ഷിക്കാനുള്ളത്. ഇത് കാരണമാണ് ഞങ്ങൾ ഈ പുരുഷ കമ്മീഷൻ വേണം എന്ന ഡിമാൻഡ് മുമ്പോട്ട് വെക്കുന്നത്. ഈ മെൻസ് കമ്മീഷൻ എന്ന് പറയുന്നത് നമ്മുടെ അച്ഛന്, നമ്മുടെ സഹോദരന്, നമ്മുടെ മകന്, നമ്മുടെ സുഹൃത്തിന് വേണ്ടിയുള്ള ഒരു പുരുഷ കമ്മീഷൻ. യഥാർത്ഥത്തിൽ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ അമ്മയും കുട്ടിയുമായിട്ടുള്ള സ്നേഹം ഏറ്റവും ഉദാത്തമാണ്. പക്ഷെ പലപ്പോഴും ഇതിനെയെല്ലാം താങ്ങി നിർത്തുന്ന പുരുഷനെ, അച്ഛനെ, സഹോദരനെ, മകനെ, ഭർത്താവിനെ ഒക്കെ ഈ നാട്ടിൽ മറക്കുകയാണ്. അതുകൊണ്ട് ഈ മെൻസ് കമ്മീഷന്റെ കാര്യം നമ്മൾ ഇന്നലെ എൽദോസ് കുന്നപ്പള്ളിയായിട്ട് സമർപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം നിയമസഭയിൽ പ്രൈവറ്റ് ബില്ലായിട്ട് അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇന്ന് ബാക്കി പല പ്രമുഖരായ MLA-മാരെയും കാണാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ശ്രീ ചാണ്ടി ഉമ്മന് ഇന്ന് നമ്മൾ ഈ നിവേദനം സമർപ്പിക്കും. ശ്രീ CP ജോണിന് സമർപ്പിക്കും. ശ്രീ VD സതീശനുമായി ഉള്ള ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പോവാണ്. ജിംസ എബ്രഹാം എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ എഴുതിയ വേർ ഈസ് ദി മലയാളി എന്ന് പറഞ്ഞ മൈഗ്രേഷനെ കുറിച്ച് ഒരു ഏറ്റവും പ്രസക്തമായ പഠനമുണ്ട്. ആ പരിപാടിക്ക് വേണ്ടിയാണ് ഞാനിപ്പോ പൊക്കോണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ വെച്ചാണ്. ശ്രീ VD സതീശൻ അദ്ദേഹം അനുവദിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിനും കൂടെ ഞങ്ങൾ ഈ നിവേദനം സമർപ്പിക്കും. അദ്ദേഹം ഈ നെഹ്റൂവിയനൊക്കെ ആണല്ലോ, സ്വീകരിക്കുമെന്ന് അറിയില്ല, അതുകൊണ്ട് സമർപ്പിക്കും. ഈ അർത്ഥത്തിൽ ഈ നാട്ടിൽ ആണിനും വില വേണം, ആണിനും കൂടി നിലനിൽക്കാൻ കഴിയണം എന്നുള്ള ഒരു ആശയം മുമ്പോട്ട് വെക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് സർ. അപ്പൊ പുരുഷ കമ്മീഷൻ വേണമെന്ന് ആവശ്യപ്പെടുന്ന ആ സംഘടനയിലെ തീർച്ചയായിട്ടും വനിതകളും ഉണ്ടാകുമല്ലോ അല്ലേ? സാർ അത് മാത്രം വനിതകൾ ധാരാളം ഉണ്ടെന്ന് മാത്രമല്ല, നമ്മുടെ റിക്വസ്റ്റും ഡിമാൻഡും പുരുഷ കമ്മീഷൻ നിയമപരമായി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അതിലൊരു വനിത വേണമെന്നുള്ളതാണ്. അതിലെ ഏറ്റവും പ്രധാന മെമ്പറായ ഒരു വനിത വേണം. രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്, പുരുഷൻ തനിക്കെതിരെ വന്നത് വ്യാജ പരാതിയാണെന്ന് പറയുകയാണെങ്കിൽ ഈ വനിതാ മെമ്പർക്ക് അതിനെ എതിർക്കാനോ വീറ്റോ ചെയ്യാനോ ഒക്കെയുള്ള ഒരു റൈറ്റ് വേണം. കാര്യം നമ്മൾ ഇത് ചെയ്യുന്ന സ്ത്രീകൾക്കെതിരെയല്ല, നമ്മളെല്ലാം നമ്മുടെ അമ്മയെ, സഹോദരിയെ, ഭാര്യയെ, മകളെ, സുഹൃത്തിനെ ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണ്. അതുകൊണ്ട് അവർക്കെതിരെ അല്ല ഇത്, അവർക്കെതിരെ ഉള്ളൊരു കവചമല്ല ഇത്. പകരം തെറ്റായ പരാതികൾക്കെതിരെയുള്ള ഒരു കവചം മാത്രമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അതിൽ വനിതകൾ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് മാത്രമല്ല, ഇതിനെ നാഷണൽ ലെവലിൽ ഏറ്റവും ഫൈറ്റ് ചെയ്യുന്ന രണ്ടുപേരാണ്. സാർ പക്ഷേ കേട്ട് കാണും. ഒന്ന് ദീപിക ഭരദ്വാജ്, അവർ നാഷണൽ ലെവലിൽ അവരുടെ സഹോദരൻ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അവർ ഈ ആക്ടിവിസ്റ്റിലേക്ക് ഇറങ്ങിയതാണ്. അതേപോലെ ബർഖ ട്രീഹാൻ, ഇവരടക്കമുള്ളവർ ഇവരൊക്കെ സ്ത്രീകളാണ്. ഇവരൊക്കെയാണ് ഈ മൂവ്മെന്റ് രാജ്യവ്യാപകമായി മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഈ മെൻസ് കമ്മീഷനിലും ഒരു സ്ത്രീ വേണം. മെൻസ് കമ്മീഷനിലെ സ്ത്രീക്കാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് റോൾസിലൊന്ന് നമുക്ക് കൊടുക്കേണ്ടത്. കാര്യം ഇനി രണ്ട് സ്ത്രീകൾ വരുന്നതിന് ഒരു ഗുണമെന്ന് പറഞ്ഞാൽ പലപ്പോഴും പുരുഷന്റെ ഭാഗത്താണ് ന്യായം എങ്കിലും അത് പറയാൻ മടിയാണ്. അങ്ങനെ പറഞ്ഞാൽ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയി പോകുമോ, ഞാനൊരു പിന്തിരിപ്പനായി പോകുമോ, ഞാനൊരു മെയിൽ ഷോവനിസ്റ്റ് ആയി പോകുമോ എന്നൊക്കെയുള്ള ധാരണയാണ്. സ്ത്രീക്കാകുമ്പോൾ ആ പ്രശ്നമില്ല. സാർ ശബരിമല വെർഡിക്റ്റ് ഓർമ്മ കാണും. ശബരിമല വെർഡിക്റ്റിൽ കൂടെയുള്ള 4 പുരുഷന്മാരും തെറ്റായ വെർഡിക്റ്റ് വന്നപ്പോ ഒരു മഹത്വമുള്ള, ദൈവത്തിന്റെ അനുഗ്രഹമുള്ള ഒരൊറ്റ സ്ത്രീയാണ് അതിനെ എതിർത്തത്. വനിതാ ജഡ്ജിയാണ് യഥാർത്ഥത്തിൽ സ്വാമി അയ്യപ്പന് വേണ്ടി ഏറ്റവും ശക്തിയായി ഉന്നയിച്ചത്. കാര്യം അവർക്ക് ഈ മനഃപൂർവ്വം കപട ഫെമിനിസം അല്ലെങ്കിൽ ഈ സ്യൂഡോ ഫെമിനിസ്റ്റിന്റെ ആവരണത്തിന്റെ ആവശ്യമില്ല. അപ്പൊ സ്ത്രീകൾ കുറച്ചുകൂടെ ഓണസ്റ്റ് ആണ് ഇത്തരം കാര്യങ്ങളിൽ. ആ സ്ത്രീകളുടെ ഓണസ്റ്റിയാണ് നമുക്ക് യഥാർത്ഥത്തിൽ വേണ്ടത്. അതുകൊണ്ട് തീർച്ചയായിട്ടും പുരുഷ കമ്മീഷനിലും ഒരു പ്രോമിനന്റ് മെമ്പറായിട്ട് ഒരു വനിത വേണം. അപ്പൊ ഈ പുരുഷ കമ്മീഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ കെമാൽ പാഷയ്ക്കും അതിന്റെ തണലിൽ നിൽക്കാൻ കഴിയുമല്ലോ അല്ലേ? അല്ല, ഇനി ഞാൻ ആരെ ഇതായിട്ട് പറയല്ല. കമാൽ പാഷ് സാറിന് എന്റെ അച്ഛന്റെയോ മുത്തച്ഛന്റെയോ ഒക്കെ പ്രായമുണ്ട്. ബഹുമാനത്തോടെയാണ് പറയുന്നത്. സാറിനെതിരെ നാളെ, അല്ലെങ്കിൽ രാഹുൽ ഈശ്വറിനെതിരെ നാളെ, അല്ലെങ്കിൽ വിജയനാഥ് സാറിനെതിരെ, അല്ലെങ്കിൽ ആർക്കെങ്കിലും എതിരെ നമുക്കൊരു വ്യാജ പരാതി വന്നാലേ നമുക്ക് പോവാൻ സ്ഥലമില്ല. സാറിന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് എവിടെ പോകാനാണ്, ആരോടാണ് രക്ഷ പറയേണ്ടത്? പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ എന്ത് ചെയ്യാന്നറിയാം, ഒപ്പം പിടിച്ച് ആദ്യം അകത്തിടും. അതായത് എനിക്കെതിരെ വ്യാജ പരാതിയാണ് സാർ എന്ന് പറഞ്ഞാൽ പോയാ നീ ഒരു കാര്യം ചെയ്യും, തൽക്കാലം ആദ്യം നിന്നെ അറസ്റ്റ് ചെയ്യാം, നീ വേണമെങ്കിൽ കോടതിയിൽ പോയി തെളിയിക്കാൻ പറയും. ചിലപ്പം കോടതിയിൽ പോയി 5 or 6 ദിവസമോ അല്ലെങ്കിൽ 10 ദിവസമോ ബെയിൽ കിട്ടും. ഈ ബെയിൽ കിട്ടി വന്നാൽ പോലീസുകാർ ഈ കേസ് അന്വേഷണം തീർക്കൊന്നുമില്ല, അനന്തമായിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. ഈ കാലം അത്രയും ഞാൻ തെറ്റുകാരനാണെന്ന് കേൾക്കണം. നാളെ എനിക്ക് അനുകൂലമായി കോടതി വിധി വന്നുകൊണ്ടിരിക്കട്ടെ. ആ കോടതി വിധി വന്നു കഴിഞ്ഞാൽ പോലും ഒരു പത്രങ്ങൾ പോലും റിപ്പോർട്ട് പോലും ചെയ്യില്ല. എന്നെ ആൾക്കാർ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോഴോ എന്തൊക്കെ നാളെ ഒരു ജോലിക്ക് പോകുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷന് വേണ്ടി ചെക്ക് ചെയ്യുമ്പോഴോ ഞാൻ കുറ്റക്കാരനോ പോക്സോ പ്രതിയോ അല്ലെങ്കിൽ റേപ്പിസ്റ്റോ ആയി കിടക്കും. ഞാൻ ഇനി ഒരു വാക്ക് സാർ വളരെ ആലോചിച്ച് ബഹുമാനത്തോടെ പറയുന്നതാണ്. അങ്ങേക്ക് ശ്രീ രഞ്ജൻ ഗൊഗോയിയെ ഓർമ്മ കാണും. സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന വ്യക്തി. ശ്രീ രഞ്ജൻ ഗൊഗോയ്ക്കെതിരെ വ്യാജ ആരോപണം വന്നപ്പം പുള്ളിയും തകർന്നുപോയി. അവസാനം പുള്ളി സ്വന്തമായിട്ട് ആ കേസിരുന്ന് കേട്ടു. അത് ശരിയായില്ല, അത് മറ്റൊരു വിഷയം. രഞ്ജൻ ഗൊഗോയ് പോലും അങ്ങനെ കേൾക്കാൻ കാരണം എന്താ അറിയോ സാറേ? ബാക്കിയുള്ളവർക്ക് ആരാന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാലും ആരാന്റെ അച്ഛന് പോക്സോ കേസ് വന്നാലും കാണാനും കേൾക്കാനും നല്ല രസമാണ്. പക്ഷെ അത് സ്വന്തം അച്ഛനും സ്വന്തം സഹോദരിക്കും നമുക്ക് മുൻപഴേന്റെ വേനേറി.
ആരാന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാലും ആരാന്റെ അച്ഛനെതിരെ വ്യാജ പരാതി വന്നാലും അതൊക്കെ താത്വികമായി സ്ത്രീപക്ഷത്തു നിന്ന് നമ്മൾ ഡീൽ ചെയ്യണമെന്ന് പറയും. പക്ഷെ ശരിക്കും അങ്ങനെ ഒരു വ്യാജ പരാതി വന്നാൽ നമ്മൾ പകച്ചു പോവും, തകർന്നു പോവും, കോൺഫിഡൻസ് ഇല്ലാതാകും, ആത്മവിശ്വാസം ഇല്ലാതാകും, ചുറ്റും ആരും സഹായിക്കാനില്ലാന്നുള്ള തോന്നൽ വരും, വെളിയിലിറങ്ങാൻ പേടിയാകും. അപ്പോ ആരാന്റെ അച്ഛനെതിരെ വ്യാജ പരാതി വരുന്നതിന് നമ്മൾ കൈയടിക്കരുത്. അത് ദൈവനിന്ദയാണ്, നമ്മുടെ എല്ലാ കുടുംബങ്ങളെ നിന്ദിക്കുന്നത് പോലെയാണ്. ഒരു ബാലൻസിന് വേണ്ടിയാണ് പുരുഷ കമ്മീഷൻ. ഈ ബാലൻസ് മെയിൻ ചെയ്യാൻ നമുക്കാകണം എന്ന് മാത്രമാണ് അഭ്യർത്ഥന. ഓക്കെ, താങ്ക് യു ശ്രീ രാഹുൽ. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്, താങ്ക് യു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.